സാറ് എല്ലാ ദിവസവും രാവിലെ നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ എല്ലാ ചിന്തകളും എല്ലാ ടെൻഷനും മാറ്റിവെച്ച് സറണ്ടർ ആകുക എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സറണ്ടർ ആകുക എന്ന് പറയുന്നത്? നമ്മുടെ ആത്മാവിനെ തളയ്ക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മനഃശക്തി കൂട്ടാൻ കഴിയുന്ന ആ ഒരു സറണ്ടർ ആകൽ എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ ഞാനും ആലോചിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എല്ലാ ചിന്തകളും മാറ്റിവെച്ച്, എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ച്, എല്ലാ ടെൻഷനും മാറ്റിവെച്ച് ഒരു മനുഷ്യന് എങ്ങനെയാണ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അല്പസമയം അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് ഇരിക്കാൻ പറ്റുന്നത് എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളും ചിലപ്പോൾ അത് ചിന്തിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ ഒരു ചിന്തയും ഇല്ലാതെ സറണ്ടർ ചെയ്ത് ഇരുത്താൻ കഴിയുന്നത് എന്ന്. ഒരു ചെറിയൊരു കഥയിലൂടെയാണ് എനിക്ക് ആ ഒരു സറണ്ടർ എന്താണെന്ന് മനസ്സിലായത്. അത് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരികയാണ്. ഇതൊരു രാജാവിന്റെയും ഒരു പക്ഷിയുടെയും കഥയാണ്. ഒരു കൊട്ടാരത്തിൽ ഒരു രാജാവ് ഒരു സുന്ദരിയായ ഒരു പക്ഷിയെ വളർത്തിയിരുന്നു. വളരെ മനോഹരമായി പാട്ട് പാടുന്ന വെളുത്ത് സുന്ദരിയായ ഒരു പക്ഷിയായിരുന്നു അത്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പക്ഷി ആരും ഇല്ലാത്തപ്പോൾ മാത്രമാണ് പാട്ട് പാടുകയുള്ളൂ. അപ്പൊ കൊട്ടാരത്തിലെ പരിചാരകർ പറഞ്ഞ് ഈ പക്ഷിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, ഈ പക്ഷിക്ക് ഇങ്ങനെ ഒരു പാട്ട് പാടാൻ കഴിയുമെന്ന് രാജാവ് അറിയാൻ ഇടയായി. അങ്ങനെ രാജാവ് ഒരു കാര്യം ചെയ്തു. അവിടെ കൊട്ടാരത്തിലുള്ള എല്ലാവരെയും മാറ്റി നിർത്തി, തിരശ്ശീലയ്ക്ക് പിന്നിൽ മാറ്റി നിർത്തി, ഒളിപ്പിച്ചു നിർത്തി രാജാവ് ഈ പാട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷെ എന്താണ്, അന്നും നിശബ്ദതയായിരുന്നു ഫലം. അങ്ങനെ രാജാവ് ഒരു കാര്യം തീരുമാനിച്ചു. ഈ പക്ഷിയെ സ്വതന്ത്രമാക്കാനായിട്ട് തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ അതിന്റെ കൂട്ടിൽ നിന്നും രാജാവ് ആ പക്ഷിയെ സ്വതന്ത്രമാക്കുകയാണ്. അന്ന് രാത്രി പർവ്വതങ്ങളുടെ മുകളിൽ നിന്നും കാറ്റ് ഒരു ഗാനത്തെ വഹിച്ചു കൊണ്ടുവന്നു. ആ ഗാനം എന്താണ്, ഒരുപാട് മനോഹരമായ ശ്രുതിമധുരമായൊരു ഗാനമായിരുന്നു. ആ ഗാനം കേട്ട് നക്ഷത്രങ്ങൾ പോലും കണ്ണീരണിഞ്ഞു. അങ്ങനെ രാജാവ് സ്വയം മന്ത്രിച്ചു, സ്വാതന്ത്ര്യത്തിൽ മാത്രമേ ആത്മാവിന് ഗാനം ആലപിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. ഈ ഒരു ചെറിയ കഥയിൽ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്, ആ പക്ഷിയാണ്. ആ പക്ഷി ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും ടെൻഷന്റെയും സ്ട്രെസ്സിന്റെയും എല്ലാത്തിന്റെയും കൂട്ടിയിണക്കൽ കൊണ്ട് സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുകയാണ്. ആ ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആത്മാവിനെ സ്വതന്ത്രമാക്കുമ്പോഴാണ് ആ ആത്മാവിന് ശുദ്ധമായ മനസ്സോടെ എന്തിനേയും സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ രാജാവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളാണ്, അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം അല്ലെങ്കിൽ അഹം ആണ്. ആ ഞാൻ എന്ന ഭാവത്തെ മാറ്റിവെച്ച് നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കി, ആത്മാവിനെ ഫ്രീ ആക്കി, എല്ലാത്തിൽ നിന്നും ഒഴിവാക്കി നമ്മൾ എന്തിനേയും സ്വീകരിക്കാൻ ഇരുന്നാൽ നമുക്ക് ആ ദിവ്യമായ അനുഭൂതി അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതിനെയാണ് എന്താണ് സാർ നമുക്ക് സറണ്ടർ എന്ന് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ ആത്മാവിനെ എല്ലാ ടെൻഷൻസും എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് നമ്മുടെ ആ ഒരു പ്രോസസ്സിംഗ് ടൈമില് എല്ലാ ചിന്തകളെയും മാറ്റിവെച്ച് ആത്മാവിനെ ശുദ്ധമായ ആത്മാവോടെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി നമുക്ക് ഷൈൻ സാറിനെ വെൽക്കം ചെയ്യാം. ഷൈൻ സാർ, വെൽക്കം. വിനാമം നല്ലൊരു ഇൻട്രോഡക്ഷൻ പറഞ്ഞില്ലേ സറണ്ടറിനെ കുറിച്ച്. നിങ്ങൾക്ക് സറണ്ടർ എന്താണ്, സറണ്ടർ അല്ലെ? നിങ്ങൾ രാജാവാണ്. നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോ തിരശീലയുടെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ ഈ കാവൽക്കാര് മറിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അവരെ കൂടി നിങ്ങൾ ഫ്രീ ആക്കി, അവരൊക്കെ ഒഴിവാക്കി കംപ്ലീറ്റ് നിങ്ങൾ ഫ്രീ ആക്കി വിട്ടാൽ മാത്രമാണ് ആത്മാവ് പാടുന്ന, നക്ഷത്രങ്ങളെ പോലും സൂര്യനെ പോലും ചന്ദ്രനെ പോലും കരയിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ ആത്മാവിന്റെ ആ സംഗീതം, അതാണ് മൈൻഡ് പവർ. ദാറ്റ് ഈസ് മൈൻഡ് പവർ. ആ മൈൻഡ് പവർ നിങ്ങൾക്ക് ശ്രുതി മധുരമായി നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അത്തരം എല്ലാം നിങ്ങൾ വിട്ടുകളയണം. എല്ലാം ലെറ്റ് ഇൻ ഗോ. ആദ്യമായി പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആദ്യമായിട്ട് ഇത് ഏത് ദിവസം ഇതിന്റെ കൂടെ കൂടിയാലും കുഴപ്പമില്ല. നിങ്ങൾ എന്നാണോ ആദ്യം ഇതിൽ കയറുന്നത് അന്നാണ് ഇത് തുടങ്ങുന്നത് എന്ന് വിചാരിക്കും. ആദ്യമായിട്ട് ആരെങ്കിലും പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഞാൻ സെക്കൻഡ് ഡേ ആണ്. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ആദ്യമായിട്ടാണ്. എന്റെ പേര് പ്രകാശ്. വെൽക്കം വെൽക്കം സാർ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സോൾ. ഗുഡ് മോർണിംഗ് സർ, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് സാർ. സജിമതി. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോടല്ല, നിങ്ങളുടെ ഹൃദയത്തോടാണ്, നിങ്ങളുടെ ആത്മാവിനോടാണ്, നിങ്ങളെന്ന വ്യക്തിയോടല്ല.
ഇത് മതപരമായ ഒരു പരിപാടിയല്ല. ദിസ് ഈസ് ഓൺലി എ മൈൻഡ് അവേക്കനിങ്, സോൾ അവേക്കനിങ് പ്രോസസ്. എന്താണോ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഇൻബിൽറ്റ് ആയിട്ട് പ്രപഞ്ചം, ഈശ്വരൻ, സൃഷ്ടാവ്, ദൈവം, അള്ളാഹു, ഈ ഭൂമിയിൽ വന്ന മനുഷ്യർക്കെല്ലാം ഒരു പ്രത്യേക കഴിവ് നൽകിയാണ് ഭൂമിയിലിട്ടായി. അതാണ് ആത്മാവിന്റെ പവർ, മൈൻഡിന്റെ പവർ. അതിനെ തേച്ചു മിനുക്കിയെടുക്കുക എന്ന ഒരൊറ്റ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഒരൊറ്റ പ്രോസസ്. അത് ലോകാരംഭ കാലം മുതൽ എന്തായിരുന്നോ മനുഷ്യൻ യൂസ് ചെയ്തിരുന്നത്, ലോകാവസാനം വരെ എന്തിലാണോ മനുഷ്യന് അതിൽ തിളക്കാൻ പറ്റുന്നത്, ആ സീക്രട്ട് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും തത്വദീക്ഷയോ അല്ലെങ്കിൽ ദീക്ഷ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ഇതുവരെ കണ്ട് പരിശീലിച്ചിട്ടുള്ള ഒന്നും അല്ല ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് മാത്രമാണ്. ഈ ലോകത്ത് എന്തിനേയും നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്ന, ലോകത്ത് എല്ലാത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ പിറകെ വിജയം വരുന്ന, നിങ്ങളുടെ പിറകെ ആയിരിക്കും വിജയം വരുന്നത്. നിങ്ങൾ വിജയത്തിന്റെ പുറകെ ഓടുകയല്ല, നിങ്ങൾ സന്തോഷത്തിന്റെ പുറകെ ഓടണ്ട, നിങ്ങൾ സമാധാനത്തിന്റെ പുറകെ ഓടണ്ട, നിങ്ങൾ സമ്പത്തിന്റെ പുറകെ ഓടണ്ട. എല്ലാം നിങ്ങളുടെ പുറകെ വരും. നിങ്ങളുടെ പുറകെ, നിങ്ങൾ പോകുന്നതിന്റെ പുറകെ ഓടി വരും. സന്തോഷം നിങ്ങളെ ഓടി വരും, നിങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി വരും. ഒന്ന് ഇയാളെ കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് ഈ മനുഷ്യനെ കിട്ടിയിരുന്നെങ്കിൽ സന്തോഷിപ്പിക്കായിരുന്നു. ഒന്ന് സന്തോഷിപ്പിക്കാമായിരുന്നു. ഈ ആത്മാവിനെ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് സമാധാനം അവന് കൊടുക്കാമായിരുന്നു. നല്ല സമാധാനം. അതുപോലും വേണ്ടാത്ത അത്ര പവർഫുള്ളായ ഒരു ആത്മാവായിട്ട് മാറുക. നിങ്ങൾ തുടർച്ചയായി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ നിങ്ങളുടെ മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആയിരിക്കും. അത് ഏത് ദിവസം കിട്ടും, എന്ന് കിട്ടും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഭൂമിയിൽ മഴ പെയ്ത് ചില വിത്തുകൾ പിറ്റേ ദിവസം തന്നെ മുളച്ചു വരും. ചിലതിനകത്ത് കുറച്ച് താമസം എടുക്കും. വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ചില തടസ്സങ്ങൾ ഉണ്ടാവും, അത് മാറ്റി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ വളം ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശാശ്വതമായ നിങ്ങളുടെ മരണം വരെയുള്ള സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കുക. നിങ്ങൾ ഒരു രീതിയിലും ഇവിടെ ചൂഷണം ചെയ്യൂല. നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾക്ക് ഇവിടെ ആരും ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഇവിടെ നിങ്ങൾ പൂർണ്ണമായിട്ടും സുരക്ഷിതരായിരിക്കും. ഇത് നിങ്ങളുടെ പൈസ മോഹിച്ചുള്ള ഒരു പ്രോഗ്രാം അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അതിന്റെ ആത്മാർത്ഥത കാത്തു സൂക്ഷിക്കും. ഇതിന്റെ ആത്മാർത്ഥത നിങ്ങൾ ഇന്നലെ നമ്മൾ അയച്ച മെസ്സേജുകളിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലെ ഒരു മെസ്സേജാണ്. സാത്താൻ ഇല്ല എന്ന് വിശ്വസിപ്പിക്കലാണ് അവന്റെ ഏറ്റവും വലിയ കഴിവ്. അത് ഈ ക്ലാസ്സുമായിട്ട് എന്താ ബന്ധം? ഞാൻ സാത്താനെ കുറിച്ചല്ല കേട്ടോ പറഞ്ഞത്. അത് കണ്ട് പേടിച്ചിട്ട് ചില ആൾക്കാർ ഇനി സാത്താനെല്ലാം പറയുവാണോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. സാത്താൻ ഇല്ല എന്ന് വിശ്വസിപ്പിക്കലാണ് സാത്താന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് സിനിമയിൽ പറയുന്നത്. നിങ്ങളുടെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ നിങ്ങളുടെ ആത്മാവിനെ ചുരുക്കിക്കളയുന്ന, നിങ്ങളുടെ ആത്മാവിനെ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന, നിങ്ങളുടെ മൈൻഡ് പവറിനെ, നിങ്ങളുടെ മനസ്സിന്റെ അസാമാന്യമായ ശക്തിയെ ഇല്ലായ്മപ്പെടുന്ന വേറൊരു ട്രിക്കാണ് ഈ ഇല്ല എന്ന് വിശ്വസിപ്പിക്കൽ. എന്തില്ല എന്നാണ് വിശ്വസിപ്പിക്കുന്നത് നമ്മളെ? നമുക്കൊരു ഭയങ്കര ശക്തിയുണ്ട് എന്തിനേയും അഭിമുഖീകരിക്കാൻ. ലോകത്ത് കടന്നുപോയ മുൻഗാമികൾ, ശാസ്ത്രജ്ഞന്മാർ, സന്യാസിമാർ, ഗുരുക്കന്മാർ, വലിയ വലിയ മഹാന്മാരായ ആളുകൾ, ഭൂമിയിലെ എല്ലാ പ്രതിസന്ധികളെയും ഒരു മഹാമേരു പോലെ നിന്ന് നേരിട്ടവർ. അവർക്കുള്ള ശക്തി നിങ്ങൾക്കുണ്ട്, അവർക്കുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. പക്ഷെ വേറൊരു കാര്യം, വേറെ ചില കാര്യങ്ങൾ നിങ്ങളിൽ ഇല്ല എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ആ ശക്തിയെ പൊടിയിട്ട് മൂടുന്നത്, ആ ശക്തിയെ അല്ലെങ്കിൽ മണ്ണിട്ട് മൂടുന്നത്, അല്ലെങ്കിൽ ആ ശക്തിയെ എന്തെങ്കിലും തുണിയിട്ട് മൂടുന്നത്. നിങ്ങളുടെ ആത്മാവിന്റെ ആ പവറിനെ, നിങ്ങളുടെ മൈൻഡിന്റെ ആ പവറിനെ ചില കാര്യങ്ങൾ നിങ്ങളിൽ ഇല്ല എന്ന് വിശ്വസിക്കുമ്പോൾ ആണ് മൂടിക്കളയുന്നത്. നിങ്ങളിൽ ഇല്ല എന്ന് വിശ്വസിപ്പിക്കുകയാണ്. അത് പിശാചാവാം, സൂക്ഷ്മ ശക്തികളാവാം, എന്തുമാവാം. എന്ത് പേരിട്ടും നമുക്കതിനെ വിളിക്കാം. എന്ത് പേരിട്ടും നമുക്കതിനെ വിളിക്കാം. കൂടോത്രം, മന്ത്രവാദം, എന്ത് പേരിട്ടും വിളിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അഫക്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എത്ര വലിയ കൂടോത്രക്കാരനെയും കൊണ്ടുവരെ അയാൾ ചെയ്യട്ടെ, എന്നിട്ടൊന്നും അഫക്ട് നടക്കൂല. നടക്കാതെ വരുന്നത് ഈ നമ്മളിൽ ഇല്ല എന്ന് വിശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. പിശാചിന്റെ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സുകളുടെ ഒക്കെ മൂല കാരണം അത് നിങ്ങൾ ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതുകൊണ്ടാണോ ഇതെല്ലാം വന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് നമ്മളുടെ ഉള്ളിൽ ടെൻഷൻ, ആശങ്കകൾ, സ്ട്രെസ് ഇതെല്ലാം വരുന്നത്? നമ്മളിലുള്ള അത്യാഗ്രഹം, മറ്റുള്ളവരിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലുള്ള ആഗ്രഹം, ദീർഘകാലം കഴിഞ്ഞിട്ട് ദീർഘകാല ആഗ്രഹങ്ങളുടെ അത്യാഗ്രഹം, കോപം, നുണ പറച്ചിൽ. നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, രണ്ടാളുകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നുണ. ഒരാളുടെ കുറ്റം പറയൽ, ആരുടെയെങ്കിലും കുറ്റം പറയൽ, കുറവ് പറയൽ, ആരുടെയെങ്കിലും കുറ്റവും കുറവും പറയൽ, അസൂയ, ആർക്കെങ്കിലും ഉള്ളതിൽ നമുക്ക് സൂയ, പിശുക്ക്, അമിതമായ പിശുക്ക്, അമിതമായ പ്രകടനത്വര, ആഡംബരം, മറ്റൊരാളുടെ കഴിവിലുള്ള അസൂയ, അതോടൊപ്പം സ്വന്തം കഴിവിലുള്ള
അമിതാത്മാഭിമാനം. ഞാനെന്ന ഭാവം, അഹങ്കാരം, ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിലുള്ള ഒരു പക, സമ്പത്തിനോടുള്ള സ്നേഹം, പ്രശസ്തിയോടുള്ള സ്നേഹം, ഈ ലോകത്തോട് തന്നെയുള്ള നശ്വരമായ ഈ ലോകത്തോട് തന്നെയുള്ള സ്നേഹം. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാഗ്രഹം അഹങ്കാരം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും, ആര് പറയും? ഇല്ല എന്ന് പറയും അല്ലെ? നമുക്ക് ആർക്കും ഇല്ലല്ലോ. ഉണ്ടോ? പിന്നെ പറയാമല്ലേ? കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാനായിരിക്കും. നൗഷിത്തൊക്കെ വളരെ തന്ത്രപരമായിട്ടപ്പോ നിലപാട് സ്വീകരിക്കുന്നത്. നമുക്ക് ആർക്കും ഒരു അത്യാഗ്രഹവും ഇല്ല, നമുക്കൊരു അഹങ്കാരവും ഇല്ല. നമ്മൾ എത്രയോ നല്ല മനുഷ്യരാണ്. നല്ല മനുഷ്യരാണ്, തീർച്ചയായും നിങ്ങൾ നല്ല മനുഷ്യരാണ്. സൗണ്ട് കുറവുണ്ടാവും. അത്യാഗ്രഹം ഒട്ടുമില്ല കേട്ടോ. അത്യാഗ്രഹം ഒട്ടുമില്ല, അഹങ്കാരം ഇല്ല. നമുക്ക് നമ്മൾ ആരെയും കുറ്റം പറയില്ല അല്ലെ? നമ്മൾ ആരെയും കുറച്ച് ദിവസമായിട്ട് ഒന്നുമില്ല. കുറച്ച് ദിവസമായിട്ടൊന്നുമില്ല. വെരി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ പുണ്യം ചെയ്തവരാണ്. ഒരു പുണ്യം ചെയ്യാത്ത ഒരാൾക്ക് ഇവിടെ വന്നിരിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തോ ഒരു വലിയ പുണ്യം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എന്തോ വലിയൊരു പുണ്യം ചെയ്യാത്ത ഒരാൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. വന്നിരുന്നാൽ തന്നെ അവർ ഇറങ്ങിപ്പോകും. ലൈഫിൽ നിങ്ങൾ ഒരു പുണ്യം ചെയ്യാത്ത ഒരാൾക്ക് ഇവിടെ വന്നിരിക്കാൻ കഴിയില്ല. അവർ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്ക് തോന്നും, ഇവിടെ ഇരിക്കണ്ട, ഇറങ്ങിപ്പോയേക്കാം എന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി എന്തോ ഒരു പുണ്യം ചെയ്തവരാണ്. നിങ്ങളിൽ ഇപ്പോഴും തീർത്തും ആ ഒരു ഇത് നഷ്ടപ്പെട്ടിട്ട്. കറക്റ്റ്. അഹങ്കാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നാറില്ല. ഞാൻ ഈ ആൻസറിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. വെരി ഗുഡ്. അഹങ്കാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നാറില്ല. അപ്പൊ നമുക്ക് അഹങ്കാരം, അസൂയ, കുശുമ്പ്, കാപട്യം ഇതൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല, നമുക്ക് തോന്നാറ്. ജീവിതത്തിൽ നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്നും, അതും ആത്മജ്ഞാനിയായ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്നും കിട്ടുന്ന ഒരു ദിവസത്തെ ഒരു ക്ലാസ് മതി. ഒരു ദിവസത്തെ നിങ്ങളുടെ ലൈഫ് മാറി. ഒറ്റ ദിവസത്തെ ഇത് മതി. നിങ്ങൾ കുറച്ച് ഗ്രേഡ് കൂടി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലൈഫ് മാറി. നിങ്ങൾ എല്ലാവരും കുറച്ച് ഗ്രേഡ് കൂടി ചിന്തിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ട് ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ചെവി മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. നിങ്ങളുടെ ആത്മാവിന്, നിങ്ങളുടെ സോളിന്, നിങ്ങളുടെ മനസ്സിന് കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ചെവി ഉണ്ടായാൽ, അല്ലാതെ നിങ്ങൾ വേറെ എന്ത് ഇതിലുള്ള ആളാണ്, എങ്ങനെയുള്ള ആളാണ് എന്നൊന്നും ബാധകമല്ല. ഓക്കെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ അത്യാഗ്രഹം ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഒരിക്കൽ ഒരു മാർക്കറ്റിൽ ഒരു യാചകൻ ഉണ്ടായിരുന്നു. ഒരു വലിയ മാർക്കറ്റ്, ഒരു പഴയ പുരാതനമായ വലിയൊരു മാർക്കറ്റ്. അത് വലിയൊരു ആർച്ചൊക്കെ ഉണ്ട്, കവാടമൊക്കെ ഉണ്ട്. അപ്പൊ ഈ മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾ സാധനം വാങ്ങാൻ വരുമ്പോ കവാടത്തിന്റെ അവിടെ നിരന്ന് കുറെ ആളുകൾ യാചിക്കാൻ വേണ്ടിയിരിക്കും. കുറെ ആളുകൾ യാചിക്കും. ഇവിടെ രാജു എന്ന് പറയുന്ന ഒരു യാചകൻ. ഈ യാചകന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളെ കാണാനൊന്നും വലിയ ഭംഗിയൊന്നുമില്ല, മോശം ഇതൊക്കെയാണ്. രൂപം കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ തോന്നും ഇയാൾ ഭയങ്കര എന്താ കുഴപ്പക്കാരനാണെന്ന്. പക്ഷെ ഇയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ കിട്ടും. പലപ്പോഴും ഇയാൾ എന്ത് ചെയ്യും, ഒന്ന് വൈകുന്നേരം ആകുമ്പോൾ ആ കയ്യിലുള്ള പൈസയൊക്കെ മറ്റ് കുറഞ്ഞു കിട്ടാത്ത ആളുകൾക്കും കൂടി പങ്കുവെച്ചു കൊടുത്തിട്ട്, എത്ര ഉദാരമതിയായ ഒരു യാചകൻ, ഉദാരമതിയായ സമ്പന്നനെ കുറിച്ച് നമ്മൾ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് കൊടുക്കുന്ന സമ്പന്നരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ഡെയിലി യാചിച്ച് കിട്ടുന്നതിൽ നിന്ന് അവന് കൂടുതൽ കിട്ടും. അപ്പൊ അവൻ എന്ത് ചെയ്യും, ഒട്ടും കിട്ടാത്ത ആളുകൾക്കത് എല്ലാ ദിവസവും പങ്കുവെച്ചുണ്ട്. അപ്പൊ അവന്റെ മനസ്സിൽ തന്നെ അവനറിയാം, ഞാൻ ഒട്ടും അത്യാഗ്രഹിയല്ല, കാരണം ഞാൻ യാചിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്നും ഞാൻ എല്ലാവർക്കും, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉദാരമതി എന്ന് പുള്ളിക്കറിയാം. അവൻ സ്വയം ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ എത്രയോ സമ്പന്നർ ചെയ്യാത്ത, എത്രയോ കോടാനുകോടി രൂപയുടെ സ്വത്തുള്ളവർ ചെയ്യാത്ത ഒരു ദാനമാണ് ഈ യാചകനായ ഞാൻ. ഓരോ ദിവസവും യാചിച്ച് കിട്ടുന്ന പണത്തിൽ നിന്നും ഞാൻ കൂടെയുള്ളവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുവാണ്? പങ്കിട്ട് കൊടുക്കുവാണ്. വൈകിട്ട് കിട്ടാത്ത ആളുകൾക്ക്, കുറഞ്ഞു പോയ ആളുകൾക്ക് ഒക്കെ ഞാൻ ഇങ്ങനെ പങ്കിട്ട് കൊടുക്കും. ഒരു ദിവസം വളരെ ധനികനായ ഒരു വ്യാപാരിയാ മാറി. അദ്ദേഹം വൈകുന്നേരം വരെ അവിടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിന്നു. പോയപ്പോ ഇതൊക്കെ എല്ലാവർക്കും ദാനം ചെയ്തിട്ടാ പോയത്. അദ്ദേഹം ഇത് ശ്രദ്ധിച്ചു. ഈ രാജു തനിക്ക് കിട്ടിയ അന്നത്തെ ആ ചെറിയ ഇതിൽ നിന്നും ബാക്കിയുള്ളവർക്കൊക്കെ പങ്കിട്ട് കൊടുക്കുന്നത്, ബാക്കിയുള്ള ആളുകൾക്ക് പങ്കിട്ട് കൊടുക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ആ വ്യാപാരി പോകുന്നതിന് മുമ്പ് രാജുവിന് അയാളുടെ ഉദാര മനസ്സ് കണ്ടിട്ട് ഒരു സ്വർണ്ണ നാണയം കൊടുത്തു. ഇന്ന് വരെ ഈ വിഷയിരിക്കുന്ന ആർക്കും ഒരു സ്വർണ്ണ നാണയം കിട്ടും. അപ്പൊ ഇത് സ്വർണ്ണ നാണയം കിട്ടിയോടുകൂടി രാജു ആ സ്വർണ്ണ നാണയം ഇന്ന് പങ്കുവെക്കേണ്ട, ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമല്ലേ. ആ നാണയം പതിയെ മുറുകെ പിടിച്ച് പോക്കറ്റിനകത്തേക്ക് ഓരോ ദിവസവും കടന്നുപോയി. ആ സ്വർണ്ണ നാണയത്തില് രാജുവിന് ഒരു ഭ്രമം തോന്നി. സ്വർണ്ണ നാണയം ബാക്കി വരുന്നതെല്ലാം പങ്കിടും, പക്ഷെ ആ സ്വർണ്ണ നാണയത്തെ കുറിച്ച് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് ആരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എതിലെ പോയാലും ആ സ്വർണ്ണ നാണയം പോക്കറ്റിൽ കൊണ്ടുപോകും. ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് നോക്കും. ഇനി ഒരിക്കലും ഇത്തരം ഒരു സ്വർണ്ണ നാണയം കിട്ടിയില്ലെങ്കിലോ എന്ന് അയാളുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ട്
കൊണ്ടിരുന്നു. പതിയെ 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 അയാള് അടുത്ത സ്വർണ്ണ നാണയം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ അയാള് വൈകുന്നേരം ഈ പങ്കിടുന്ന പരിപാടി നിർത്തി. ഒരിക്കൽ വൃദ്ധയായ ഒരു സ്ത്രീ ഇത്രയും ഉദാരമതിയായിരുന്ന രാജുവിന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ഭക്ഷണം വാങ്ങി തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ രാജു പറഞ്ഞു, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. കാരണം പുതിയ സ്വർണ്ണ നാണയം ഉണ്ടാക്കണ ശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത്. പുഞ്ചിരിച്ചുകൊണ്ട് ആ വൃദ്ധ പറഞ്ഞു, സത്യാഗ്രഹം എന്ന് പറയുന്നത് സമ്പത്തിൽ മാത്രമല്ല, ഉള്ളത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൂടി അത്യാഗ്രഹത്തിന്റെ ഭാഗമാണ്. ഉള്ളത് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ആയിട്ടാണോ ഈ ഭൂമിയിലിട്ട് വന്നത്? നിങ്ങൾ വെറും രണ്ട് തുറന്നു വച്ച കൈകളല്ലാതെ ഒന്നുമില്ലാതെ വന്നവരാണ് നിങ്ങൾ. ഒന്നുമില്ലാതെ അത് മനുഷ്യൻ മറന്നുപോകും. അവിടെയാണ് ഈ മണ്ണിട്ട് മൂടുന്നത്. അവിടെയാണ് നമ്മുടെ മൂടുപടം വന്നു വീഴുന്നത്. ഒന്നുമില്ലാതെ ഒരു സ്ഥാനമില്ലാതെ ഇങ്ങോട്ട് വന്ന മനുഷ്യൻ ഉള്ളത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ്. ഉദാരമതികളായ മനുഷ്യർ പോലും, ഒത്തിരി ഉദാരമതികളാണ്, എന്ത് ചോദിച്ചാലും കൊടുക്കുന്നവർ പോലും അവരുടെ ഉള്ളില് ഉള്ള വികാരം, ഉള്ളത് നഷ്ടപ്പെടുമോ, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉള്ളത് നഷ്ടപ്പെടുമോ എന്ന് രാജുവിന് മനസ്സിലായി. തന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തിന്റെയാണ്. പെട്ടെന്ന് ആ സ്വർണ്ണ നാണയം എടുത്ത് അവർക്ക് കൊടുത്തു. എനിക്കിനി സ്വർണ്ണ നാണയം സ്ട്രൈക്ക് ചെയ്തെങ്കിൽ ചെയ്തോ. ഇങ്ങനെയാണ് നിങ്ങളുടെ കർട്ടന് പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഓരോ പരിചാരകരും. നിങ്ങളുടെ ആത്മാവ്, എന്ന് റുബീനമാൻ പറഞ്ഞ പോലെ, നിങ്ങളുടെ ആത്മാവ് നല്ല സുന്ദരമായ പാട്ടുകൾ പാടാത്തത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ണാടി തന്നു കഴിഞ്ഞാൽ ആ കണ്ണാടി, നിങ്ങൾ വിചാരിക്കും എനിക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന്. ദാരിദ്ര്യത്തെ കുറിച്ച് ഭയമാണ്. എന്തിനു ഭയക്കണം ദാരിദ്ര്യത്തെ കുറിച്ച്? നിങ്ങൾക്ക് ഇതുവരെ ദാരിദ്ര്യം തന്നോ? ദാരിദ്ര്യം തന്നെങ്കിൽ തന്നെ അടുത്ത് തന്നെ നിങ്ങൾക്ക് സുഭിക്ഷമായ ഒരു സമയം തന്നില്ലേ? വീണ്ടും ഒരിക്കൽ കൂടി ദാരിദ്ര്യം വന്നാലും വീണ്ടും സുഭിക്ഷമായ ഒരു സമയം വരാനില്ലേ? നിങ്ങൾ കൊണ്ടുവന്ന സമയമൊന്നും അല്ലല്ലോ. അങ്ങനെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും മതിയാകാതെ വരുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മതിയാകാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്കെല്ലാം മതിയായതാണ്. ആ കിട്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതാണ്. അത് മതി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് മതി. എന്താണോ നിങ്ങൾക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണോ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്, അത് സുന്ദരമായി നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളത് നഷ്ടപ്പെടുമെന്ന ഭയം വന്നാൽ അവിടെ ഒരു അത്യാഗ്രഹമായി. ആ അത്യാഗ്രഹത്താൽ നിങ്ങളുടെ ഹൃദയം അന്ധമായി തീരും. നിങ്ങളുടെ മനസ്സിന് പൊടി വീഴും. ഒരു പൊടിയാണത്. കുറച്ച് പൊടികളെ കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞുതരാം. ഈ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഒക്കെ നിങ്ങൾക്ക് എഫക്റ്റ് ആവും. നിങ്ങൾ ആ പൊടി തുടച്ചു മാറ്റുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ചൈതന്യം ഉണ്ടായി. ദീപക് സാർ ചോദിച്ചു, സാർ ഈ 3 ഭാഗങ്ങൾ, അതായത് സോളിന്റെ 3 ഘട്ടങ്ങൾ, ഒന്ന് നമ്മള് കമാൻഡിങ് സോള്, ഒന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്ന, നമ്മളെ കുറിച്ച് സ്വയം നിന്ദിക്കുന്ന സോള്, നമ്മളെ പരിഹസിക്കുന്ന, പശ്ചാത്തപിക്കുന്ന, നമ്മൾ ചെയ്ത തെറ്റുകളെ ഓർത്ത് കരയുന്ന സോള്, ഇതൊന്നും അല്ലാത്ത ഏറ്റവും പൂർണ്ണമായ സോള്. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഇല്ലേ? അതിന്റെ ഇടയിൽ നമ്മളെ നിന്ദിച്ചുകൊണ്ടും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ജീവിക്കുന്നതിൽ കുറവ് കാണിക്കുന്ന, അതിനകത്ത് ഗ്രേഡുകൾ വ്യത്യാസമുണ്ട്. ആ ഗ്രേഡുകളിൽ വ്യത്യാസം വന്ന് നല്ല ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ആത്മാവാണ് നിങ്ങൾ. ഇതിൽ കുറച്ച് ദിവസമായി പങ്കെടുക്കുന്നവരൊക്കെ നിങ്ങളുടെ മൈൻഡ് പവറിനെ, നിങ്ങളുടെ സോളിനെ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് കണ്ടോ. ഇന്നലെ പഠിപ്പിച്ചു കൊടുത്തൊക്കെ എന്നെക്കാൾ നന്നായിട്ട് അവര് പറയുന്നത്. കമാൻഡിങ് സോൾ, റീ അപ്രോച്ചിങ് സോൾ, അഷ്വറിങ് സോൾ, റീ അഷ്വറിങ് സോൾ. കണ്ടോ, എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങള് അതിലേറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്നവരാണ്. നിങ്ങൾ കുറച്ച് ദിവസമായി ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തി രൂപം കൊണ്ടിട്ടുണ്ടാവും. ആ ശക്തി രൂപം കൊള്ളുന്നതിലൂടെയാണ് ആ ഒരു പ്രഭ രൂപം കൊണ്ടിട്ടുണ്ടാവും. നിങ്ങൾ അറിയാതെ നിങ്ങളൊരു പ്രകാശം രൂപം കൊണ്ടിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ പോകുന്ന വഴിയിലൂടെ, നിങ്ങൾ നടക്കുന്ന നടപ്പാതയിലൂടെ, നിങ്ങൾ പോകുന്ന യാത്രയിലൂടെ, നിങ്ങൾ ബന്ധപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങളൊരു പ്രഭ ചൊരിയുന്നുണ്ട്, പ്രകാശം ചൊരിയുന്നുണ്ട്. 15ഉം 16ഉം 17ഉം 18 ദിവസമായി തുടർച്ചയായി ഇതിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അവർ പറയാൻ അറിയുന്നുണ്ടാവില്ല എന്താ. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് ഇങ്ങനെ നിങ്ങളെ നിശ്ചലമാക്കി ഇരുത്തുമ്പോൾ ചിലരോട് ചോദിക്കുമ്പോൾ എനിക്ക് എന്നാ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകുന്നില്ല. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങള് അവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവർ പറയുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് പ്രോസസ്സിലേക്ക് പോവാം. ഓക്കെ, 6:40 അപ്പൊ എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങളുടെ സോൾ അവേക്കൻ ചെയ്യുന്ന, നിങ്ങളുടെ മനസ്സിനെ വൃത്തിയാക്കുന്ന, നിങ്ങളുടെ മനസ്സിന്റെ പവർ കൂട്ടുന്ന ഒരു സയന്റിഫിക്കൽ പ്രോസസ്സാണ്. ഈ സയന്റിഫിക്കൽ പ്രോസസ്സിനെ നിങ്ങൾക്ക് ആത്മീയമെന്ന് വിളിക്കാൻ വേണമെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ, നിങ്ങൾ ആത്മീയത ഉൾക്കൊള്ളുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയമെന്ന് വിളിക്കാം. നിങ്ങൾ ശാസ്ത്രീയത ഉൾക്കൊള്ളുന്ന ആളുകളാണെങ്കിൽ ശാസ്ത്രീയം എന്ന് വിളിക്കാം. നിങ്ങൾ ഇത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ളത്. നിങ്ങൾക്ക് ഒരു മതത്തിന്റെ വിശ്വാസങ്ങൾക്കും ഒന്നും എതിരല്ല. ഞാൻ എത്ര വലിയ പണ്ഡിതന്മാരുമായിട്ടും ഈ വിഷയത്തിൽ ഡിസ്കസ് ചെയ്യാൻ റെഡിയാണ്. ഇതാരുടെയും നിങ്ങൾ അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ ആ ഒരു ഫീലിംഗ്
നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് എല്ലാ സംശയങ്ങളും നിങ്ങൾ ഇവിടെ എല്ലാം വിട്ടുകളഞ്ഞ് ഒരു 10 മിനിറ്റ് നിങ്ങൾ ചുമ്മാ കണ്ണടച്ചിരുന്നാൽ മാത്രം മതി. നിങ്ങൾ അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട, നിങ്ങൾ അതിൽ നിന്നൊന്നും നേടാമെന്ന് വിചാരിക്കണ്ട, നിങ്ങൾ ഒന്നും പ്രാർത്ഥിക്കേണ്ട. ആ സമയത്ത് ജസ്റ്റ് കണ്ണടച്ചിരുന്നാൽ മാത്രം മതി. ആ കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് വരും. നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്, സാറിന് എന്നാ പവറാ ഉള്ളത്, ഇതെല്ലാം ഇങ്ങനെ നടക്കണതല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, അങ്ങനെ പവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാളുടെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് വരാൻ കഴിയും. എനിക്ക് പറ്റും. തെളിവാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഇരിക്കണ്ടാവും. നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി. ഇതിന് ആരോ ഒരാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പൊ അതൊന്നും ഈ പറയുന്ന ഒരു അമാനുഷിക ശക്തിയോ അല്ലെങ്കിൽ ഒരു മാജിക്കോ മന്ത്രവാദമൊന്നും അല്ല. നമ്മുടെ സോളിന്, നമ്മുടെ മൈൻഡിന് ഈശ്വരൻ തന്നിട്ടുള്ള ഒരു പവറാണ്. ഒരു ശക്തിയാണ്. നിങ്ങൾക്കും ഉണ്ട് ആ ശക്തി. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. നമ്മുടെ മൈൻഡിന് അത്രത്തോളം പവർ ഉണ്ട്. നമ്മുടെ വിഷമങ്ങളെ സങ്കടങ്ങളെയൊക്കെ ആട്ടിപ്പായിക്കാനുള്ള പവർ ഉണ്ട്. ആ ഒരു പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ്, വെറും 10 മിനിറ്റ് നിങ്ങൾ നിശ്ചലമായിട്ടിരിക്കുക, നിശബ്ദമായിട്ടിരിക്കുക, കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ തിരശീലയ്ക്ക് പിന്നിൽ ഒളിച്ചാൽ പോരാ, അതിനെ പുറത്തേട്ട് ആട്ടിപ്പായിക്കുക. സ്വതന്ത്രമാക്കി വിടുക. നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായിട്ട് സ്വതന്ത്രമാക്കി വിടുക. പൂർണ്ണമായിട്ട് നിങ്ങളുടെ സോളിനെ, നിങ്ങളുടെ മൈൻഡിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ സ്വതന്ത്രമാക്കി വിടുക. വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി, നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കി ഫ്രീ ആയിട്ടിരിക്കും.